ചെന്നൈയിലെ ട്രീറ്റ്മെന്റ് എന്തായാലും 6 മാസം വേണ്ടി വരും കഴിയാൻ. അതുകൊണ്ട് തന്നെ അവിടെ താമസിച്ചു വേണം ചെയ്യാൻ. തൽക്കാലം ഇതിനെക്കുറിച്ച് ആരും അറിയണ്ട. അവിടുത്തെ കാര്യങ്ങളെല്ലാം സെറ്റാണ്. അടുത്ത ആഴ്ച തന്നെ പോകേണ്ടി വരും. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു കോഴ്സിന് വേണ്ടി പോകാന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ നാളെ പോവാണല്ലേ? അതിനർത്ഥം ആയിഷ ഇനി ഇല്ലാണ്ടാവാണ്. ഞാൻ പോവാതിരിക്കണോ? ഏയ്, പോവാതെ തന്നെ അനിവാര്യമായി സംഭവിക്കുന്നു വേണം. തന്റെ വലിയ ആഗ്രഹമായിരുന്നില്ലേ? അത് സാധ്യമാവാൻ നിമിത്തമായതിൽ എനിക്ക് സന്തോഷമുണ്ട്. പറയാൻ വാക്കുകൾ കിട്ടുന്നില്ലിക്ക. ഇക്ക ചെയ്തു തരുന്ന ഈ സഹായത്തിന് നന്ദി പറയാൻ എനിക്ക്. ഏയ്, താനൊന്നും പറയണ്ട. തന്നെ മനസ്സിലെന്താന്ന് എനിക്കറിയാം. തന്നെ ഒരുപാട് പറഞ്ഞ എന്റെ കൺട്രോളും പിന്നെ ആ കലമ്പാവും. അതൊക്കെ പോട്ടെ. താൻ ആണായി കഴിഞ്ഞാൽ തനിക്കിടാൻ ഞാനൊരു പേര് കണ്ടു വെച്ചിട്ടുണ്ട്. എന്താ അത്? അല്ലേ വേണ്ട, ഞാൻ പിന്നെ പറയാം. ഓ വേണ്ട, ഇപ്പൊ പറയാം. ആരിഫ് എങ്ങനെയുണ്ട്? കൊള്ളാം. ഞാനൊന്ന് സിഗരറ്റ് വലിച്ചോട്ടെ. നല്ല രസമായിരിക്കും തന്റെ സർജറി കഴിഞ്ഞ് താൻ തിരിച്ചു വരുമ്പോ. എല്ലാരും ഞെട്ടും. തന്റെ ഉപ്പ കാണുമ്പോഴേക്കും ഭയങ്കര കോമഡി. മോളെ നിക്കായി എന്നിട്ട് കോലം മാറ്റി ചെല്ലുമ്പോ ഉണ്ടല്ലോ, ഭയങ്കര കോമഡി ആയിരിക്കും. ഉപ്പേക്കാക്കുമാരെ കൂടി എന്നെ പഞ്ഞിക്കിടും. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ.
നാളെ ഇപ്പോ ആയിഷ ആണായിട്ട് വരികയല്ലേ? ഹോ, വല്ലാത്തൊരു ജീവിതം തന്നെയാണ് നമ്മുടെ ഷമീറിൻ്റെത്. ആരുടെയും ജീവിതത്തിൽ സംഭവിക്കാത്താണ് ഓന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഈ ട്രാൻസ് മെന്നും ട്രാൻസ് വുമണും ഒക്കെ നമ്മൾക്കിടയിലും ഉണ്ട്. ഉം. അതിൽ ചിലർക്ക് അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നുണ്ട്, ചിലർക്ക് കഴിയുന്നില്ല. ഇതൊരു ആയിഷന്റെ കാര്യം മാത്രല്ല, ഒരുപാട് പേരുണ്ട്. കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളായി പെണ്ണിന്റെ മനസ്സും ആണിന്റെ ശരീരമായി ജീവിക്കുന്ന കുറെ പേർ. പക്ഷെ തന്നെ മനസ്സിലാക്കി തന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്ന ഷമീറിനെ പോലൊരാളെ ആയിഷക്ക് കിട്ടി. മറ്റാർക്കും കിട്ടാത്തൊരു ഭാഗ്യം. ഉമ്മക്ക് ഓനെപ്പോലത്തെ ഒരു ചങ്കുണ്ട് എന്ന് ഓർക്കുമ്പോ അഭിമാനം തോന്നുക. ഓനെ സ്നേഹിച്ചോലൊക്കെ ഓന് സങ്കടം മാത്രമേ കൊടുത്തുള്ളൂ. പഠിച്ചോനെ, ഇനിയെങ്കിലും ഓനെ മനസ്സിലാക്കണ, ഓനെ പൊന്നുപോലെ നോക്കണ ഒരു കുട്ടീനെ ഓന് കിട്ടണേ. ഓക്കെ മച്ചാ, നാളെ 10 മണിക്ക് അവളെ എത്തും. നേരെ അവളെയും കൂട്ടി വീട്ടിലേക്ക്. അതോടുകൂടി ഞങ്ങൾ തമ്മിലുള്ള എല്ലാ ഇടപാടും തീരും. പടച്ചോനെ, എല്ലാം പ്ലാൻ ചെയ്തല്ലോ നടക്കണേ. കട്ടയ്ക്ക് കൂടെ ഉണ്ടാവില്ലേ? ഈ ജയിക്കടാ, എന്റെ കൂടെ ഞങ്ങൾ എല്ലാരും ഉണ്ട്. തല്ലാണ് തല്ല്. ഞങ്ങളുടെ എന്റെ കൂടെ ഞങ്ങളുണ്ട്. ആ, എവിടെയാ? ഇവിടെ എത്തിയോ? ആ, ഞങ്ങൾ വരണ്ടേ? ആ, ഓക്കെ ഓക്കെ. അവരെത്തിയാ? ആ, അവരുണ്ട്. അല്ല വെച്ചാ, ഇതിപ്പോ ആയിഷാന്നൊന്നും വിളിക്കാൻ പറ്റില്ലല്ലോ. വല്ല സുലൈമാൻ നട്ടം വിളിക്കേണ്ടി വരും കേട്ടോ. സുലൈമാനെന്നോ ഹനുമാനെന്നോ വിളിക്കണ്ട. ഓനെ ഞാൻ ഒരു പേരിട്ടുണ്ട്. ആഹാ, എന്നാ പറയേ. ആരിഫ്. ആരിഫാ? അല്ല, സൗണ്ടിനും മാറ്റണ്ടല്ലോ. ആ? ആരിഫ്, ആസിഫ് എന്നിട്ടോ ഞങ്ങക്ക്. നമ്മൾ ആസിഫ് അലി. തൽക്കാലം അത് മതി. വണ്ടി എടുക്ക്. അല്ല, എങ്ങോട്ടാ? ആരിഫിന്റെ വീട്ടിലേക്ക്. എന്റെ പഠിച്ചോനെ. ഇക്ക, നിങ്ങളാരും അങ്ങോട്ട് വരണ്ട, എന്നെ വഴിയിലിറക്കിയാ മതി. അതെ, ഞാൻ ഇത്രയും മെനക്കെട്ട് തന്നെ വഴിയിറക്കി വിടാനില്ല. ഇതിനൊരു തീരുമാനം ഉണ്ടാവണവരെ ഞങ്ങൾ എല്ലാവരും തന്റെ കൂടെ ഉണ്ടാവും. അല്ലേ മച്ചാ? പിന്നെ അല്ല, വാ. ആ, വാ. എടാ, ലോക്ക് ഓർക്കടാ. അല്ല, ഇവിടെ വിച്ചോട് പോയി. ഓൻ കൊടുവള്ളിയിലുണ്ട്. ഞാൻ എന്തായാലും അവിടെ ഇറങ്ങും. നൈസായിട്ട് വലിയ അല്ലേ? അല്ലടോ, എനിക്ക് ഭയങ്കര ഒന്ന് കാരണം. രണ്ടാം ശനിയല്ലേ? ഇന്ന് ശരിയൊന്നുമില്ല, ഇന്ന് വെള്ളിയാണ്. ഇറങ്ങി.